2 കൊല്ലം നല്ലോണം കഷ്ടപ്പെടാൻ നമ്മുടെ കയ്യിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഉണ്ടാകും, അത് നമ്മൾ മാനേജ് ചെയ്യുക. നമ്മുടെ പാരൻസിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അത് ഓക്കെ ആക്കി പോവുക. അത് നമ്മൾ വർക്ക് ചെയ്തതിന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. പല ടീച്ചേഴ്സിനും കുഞ്ഞി കുട്ടികളൊക്കെയാണ്, പക്ഷെ രാത്രി ഞങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ പിള്ളേർ കരയണയൊക്കെ കേൾക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ അവരതിനുള്ള എല്ലാ സൊല്യൂഷൻസും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. നല്ല കൂട്ടായിരുന്നു. അവർക്ക് സന്തോഷമുള്ളപ്പോഴാണ് അവർ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് അവർ പഠിക്കുക. അത് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കും. നമുക്ക് ആ ടീച്ചേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മൾ എന്തോരം പ്രതീക്ഷ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് ശരിക്കും ഒരു മോട്ടിവേഷനാണ്. നന്നായിട്ട് കഷ്ടപ്പെടുക, അതിനുള്ള റിസൾട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളെ ആദ്യം പേരൊന്നും ആർക്കും മനസ്സിലാവില്ല. ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരിക്കും എല്ലാവർക്കും. കുറേ കാലമായിട്ട് പഠിച്ച ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഇപ്പോൾ രാഖിയേത രേഖേതാന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലുതായതിനു ശേഷം ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലായി. ഞങ്ങളുടെ സ്വഭാവവും സംസാരമൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടപഴകുന്ന ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായി തുടങ്ങി, ടീച്ചേഴ്സിനൊക്കെ മനസ്സിലായി തുടങ്ങി. സെൻറ്ററിൽ നല്ല ലൈബ്രറി ഉണ്ട്, എപ്പോഴും ടീച്ചേഴ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് അവർ 6 മണിക്കൂറോളം അവിടെ ഇരുന്ന് പഠിക്കും. അത് വലിയൊരു ഉപകാരമായിരുന്നു. അവർ 12th പഠിപ്പിക്കേണ്ട പലതും ഞങ്ങൾ 2 പേരും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് 12th പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ നേരത്തെ പഠിപ്പിച്ചു. സ്കൂളിലെ മാനേജർ സജിൽ സാറ് നമ്മളെ വിളിച്ചിരിക്കും, എന്താണ് ഇന്ന് വന്നിട്ടില്ലല്ലോ എന്ന്. അറ്റൻഡൻസ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കും. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിങ്ക് IIT എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഉണ്ട്, സിയോഡ്സ് ഉണ്ട്. ആ സിയോഡ്സ് ഒക്കെ എഴുതാൻ വളരെ ഉപകാരപ്രദമായിരുന്നു. അതൊക്കെ ആ തിങ്ക് IIT ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ ആ 3 മണിക്കൂർ കൊണ്ട് അവർക്ക് ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് സാധിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു +2 ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് പഠിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ചോദ്യം രേഖ പറയും ആ രീതി ചെയ്യാം, അപ്പോൾ ഞാൻ പറയും അതൊന്നും പറ്റില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഈ രീതി ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. രാഖി രേഖ എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എന്നാൽ തന്നെ അവരും ഇതേപോലെ എന്ത് ആക്ടിവിറ്റി സ്കൂളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിലും ഒരു മടിയില്ലാതെ പഠിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒന്നും പറയാതെ റെഡിയാണ് അവർ. പിറ്റേ ദിവസത്തേക്ക് അത് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് വരുള്ളൂ. എനിക്ക് തോന്നുന്നു എൻട്രൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് നേരം പഠിക്കാൻ പറ്റണം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അവർ പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലായോ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈം വേണം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഓപ്പണായിട്ട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് ക്ലിയർ ആവാത്തത്, നമുക്ക് എന്തുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നും, കിട്ടുമായിരിക്കും എന്നൊരു കോൺഫിഡൻസ്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സഫേറിൽ ജോയിൻ ചെയ്യൂ, എൻട്രൻസ് ഈസിയായി ക്രാക്ക് ചെയ്യൂ.